ഗുഡ് ഈവനിങ് ഡേയ്സ്, ഗുഡ് ഈവനിങ് മെസ്സേജസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി ഇന്ന് 26,000 മുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷം വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് എസ്പെഷ്യലി ഓട്ടോമൊബൈൽ സെക്ടേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നിഫ്റ്റിക്ക് ഇത് സാധ്യമായത്. വോളറ്റൈലായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിഫ്റ്റിയിൽ ഒരു വോളറ്റൈലിറ്റി വിസിബിളാണ്. നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം 25,914 ലോ ടെസ്റ്റ് ചെയ്തു. പിന്നീട് ആ ഒരു ലോ വീണ്ടും നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ശക്തമായൊരു റാലിയാണ് നിഫ്റ്റിയിൽ കണ്ടത്. ഇടയ്ക്കിടെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടെങ്കിൽ കൂടിയും 26,000 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, മാക്സ് ഹെൽത്ത് കെയർ, ബജാജ് ഓട്ടോ, മാരുതി സുസുക്കി, എറ്റേണൽ തുടങ്ങിയ കമ്പനീസാണ് നേട്ടമുണ്ടാക്കിയത്. പ്രോഫിറ്റ് ബുക്കിംഗ് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ, ആദാനി എൻ്റർപ്രൈസസ്, ജിയോ ഫിനാൻസ്, അൾട്രാടെക് സിമെൻറ്റ്, ഇൻഡിഗോ. ഗ്ലോബൽ മാർക്കറ്റിൽ കാര്യങ്ങൾ അത്ര ഭംഗിയായിട്ടല്ല ഉള്ളത്. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും കാണാം. FTSE, CAC 40, ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളാണ്. അത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇന്ത്യ വിക്സ് ഇന്നൊരു 1.3% ക്രാഷായി. എന്നാൽ ഇന്നലെ US കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം US വിക്സ് സ്പൈക്ക് ചെയ്തിരുന്നു, ഏകദേശം ഒരു 25%. പിന്നെ അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റ്, ജപ്പാൻ, കൊറിയ, ചൈന മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ്. ഗോൾഡ് $4,077 കാണാം. XAU/USD. ബ്രന്റ് ഓയിൽ 64 ബിറ്റ് കോയിൻ 95,000 എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിഫ്റ്റി ഫ്യൂച്ചറും ഇപ്പോൾ നമ്മുടെ ക്ലോസിങ്ങിൽ നിന്ന് അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റും ഉള്ളത്. അങ്ങനെ മാർക്കറ്റ് നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ കൂടിയും 26,000 മുകളിലൊക്കെ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസമാണ് നമ്മുടെ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ഓഫ്ലൈൻ ക്ലാസ്സുകളുള്ളത്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൺലൈനും ജോയിൻ ചെയ്യാം. അതേ നമ്പറിൽ തന്നെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ തന്നെ 30 കമ്പനീസ്, നിഫ്റ്റി 50-ലെ 30 കമ്പനീസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഗ്രോ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 70% ഒരു റാലി അല്ലെങ്കിൽ ഒരു ഗെയിൻ നേട്ടം നിക്ഷേപകർക്ക് ലഭിച്ചിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം GSW ഇൻഫ്രാ കമ്പനി ഒമാൻ പോർട്ടിൻ്റെ ഏകദേശം 51% സ്റ്റേക്ക് $419 മില്യൺ അക്യൂർ ചെയ്തിട്ടുണ്ട്. NBCC കമ്പനി കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. 500 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചു. HCL ടെക് IT കമ്പനിയാണ്. യുഎസിലുള്ള NVIDIA എന്ന് പറയുന്ന IT കമ്പനിയായിട്ട് ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു. AI ബിസിനസ്സിൻ്റെ പാർട്ട്ണർഷിപ്പാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ടാറ്റ പവർ കമ്പനി 300 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ ലഭിച്ചു. ഫെയർകെം ഓർഗാനിക് കമ്പനി, ഈ കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി തന്നെ ഇവരുടെ ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നോ നമ്മുടെ ഡിമാറ്റിൽ നിന്നോ തിരിച്ചു വാങ്ങുന്നതിനെയാണ് ഷെയർ ബൈബാക്ക് എന്ന് പറയുന്നത്. TVS മോട്ടോഴ്സ് അവരുടെ TVS അപ്പാച്ചി RTR സ്പോർട്സ് ബൈക്ക് ലോഞ്ച് ചെയ്തു. PTC ഇൻഡസ്ട്രീസ് കമ്പനി ഗുജറാത്തിലുള്ള ഇവരുടെ നിലവിലുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ എക്സ്പാൻഷൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. സ്വാത്തിക് ഗ്രീൻ കമ്പനി 178 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇനി കൊമേഴ്സ് സൊല്യൂഷൻ കമ്പനി റേമണ്ടായിട്ട് ഒരു പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. പാരാസ് ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനിയാണ്. 71 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഹിറ്റാച്ചി എനർജി കമ്പനി HDVC എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. ഏഞ്ചൽ വൺ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലിലുള്ള മിസിസ് മീനൽ മഹേശ്വരി അദ്ദേഹം റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സാത്വിക് ഗ്രീൻ കമ്പനി 178 കോടി രൂപയുടെ സോളാർ മൊഡ്യൂളിൻ്റെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. എക്സൈഡ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് പറയുന്നത് സ്ട്രോങ് ഡിമാൻഡ് കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. IRB ഇൻഫ്രയും കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഈ ഒരു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 4,000 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ റവന്യൂ കമ്പനി എയിം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ന്യൂസുകൾ. ഇനി വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 26,300 നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ, 26,100 നിഫ്റ്റിയുടെ റീസെൻ്റ് ഹൈയിൽ നിന്ന് നിഫ്റ്റി ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തി. ഏകദേശം ഒരു 25,300 പരിസരത്തൊക്കെ പോയതിന് ശേഷമാണ് നിഫ്റ്റി പതിയെ മന്ദം വന്ന് 26,000 എത്തും, വീണ്ടും താഴെ പോകും, 26,000 എത്തും, വീണ്ടും താഴെ പോകും.
അതിനുശേഷം ഇന്ന് ഒരു ദിവസമാണ് നിഫ്റ്റി 26,100 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ FISൻ്റെ പങ്ക് തീരെയില്ല. ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ FISൻ്റെ ഭാഗത്തുനിന്ന് ബൈയിങ് ഒന്നുമില്ല. കഴിഞ്ഞ മാസം നോക്കുകയാണെങ്കിൽ FISൻ്റെ ഭാഗത്തുനിന്ന് ബൈയിങ് ഇല്ലായിരുന്നു, പക്ഷേ സെല്ലിങ് കുറവായിരുന്നു. അപ്പോൾ സെല്ലിങ് കുറവായ ഒരു സാഹചര്യമാണ് FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുകൂലമായിട്ടുള്ള നടപടി. അല്ലാതെ ബൈയിങ് ഇല്ല, സെല്ലിങ് കുറവായിരുന്നു. സെല്ലിങ് കുറവായിരുന്നു പറയുമ്പോൾ കഴിഞ്ഞ മാസത്തിന് മുമ്പുള്ള തുടർച്ചയായ 3 മാസങ്ങളിലും FIS ഇന്ത്യൻ മാർക്കറ്റിൽ 45,000 കോടി രൂപക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം 2,000 കോടി രൂപയുടെ സെല്ലിങ് മാത്രം. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ മാസവും അവരുടെ സെല്ലിങ് ഹ്യൂജ് സെല്ലിങ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പോസിറ്റിവിറ്റി. ഇനിയിപ്പോൾ അവർ ബൈയിങ്ങിലേക്ക് വന്നാലോ, അവിടെയാണ് ചോദ്യം. ഈ മടിച്ചു നിൽക്കുന്ന FIS ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ബൈയിങ്ങിലേക്ക് വന്നാൽ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പുതിയ ഒരു മൈൽ സ്റ്റോൺ കൈവരിക്കാനായിട്ട് പറ്റും. കാരണം ബാങ്ക് നിഫ്റ്റിയും അല്ലെങ്കിൽ മിഡ് ക്യാമ്പും എല്ലാം തന്നെ ഓൾ ടൈം ഹൈ ആണ്. ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാമ്പും എല്ലാം തന്നെ ഓൾ ടൈം ഹൈ ഭേദിച്ചു, വീണ്ടും ഭേദിച്ചു. നിഫ്റ്റി അതല്ല. ഏകദേശം ഒരു വർഷത്തിന് മുമ്പാണ് നിഫ്റ്റി അതിൻ്റെ 26,300 എന്ന് പറയുന്ന ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം നിഫ്റ്റിക്ക് ആ ഒരു ഹൈ ഇതുവരെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അത് സാധ്യമാകണമെങ്കിൽ FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അനുകൂലമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ബൈയിങ് ഉണ്ടാവണം. രാഷ്ട്രീയപരമായിട്ട് ബീഹാറിലെ ഇലക്ഷൻ ജയിച്ചിട്ടുണ്ട്. ഇനി താരിഫ് പരമായിട്ട് ന്യൂസുകളൊന്നും തന്നെ പെട്ടെന്ന് വരാൻ സാധ്യതയില്ലാത്ത ന്യൂസുകളാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ ആയിട്ട് ബന്ധപ്പെട്ട താരിഫ് പെട്ടെന്നൊന്നും തന്നെ അവർ ഈ താരിഫ് ഒരു സുപ്രഭാതത്തിലൊന്നും ചേഞ്ച് ആവാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ യാഥാർത്ഥ്യം ആയ കാര്യമാണ്. അത് മാർക്കറ്റ് ഡൈജസ്റ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ FISൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായിട്ടുള്ള നടപടികൾ വേണം. ഇനി മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാനായിട്ട് Q2 റിസൾട്ട് ഫലങ്ങളും ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. FIS ആണ് ഇനി കരുക്കൾ നീക്കേണ്ടത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ ചാനൽ നിങ്ങളെല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാ ദിവസവും രാവിലെ പ്രീ മാർക്കറ്റും വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.